മാതാവിൻ്റെ വിയോഗം ആ ബാലനെയും ഉമ്മയിമിനെയും അഗാധമായ ദുഃഖത്തിലാഴ്ത്തി. ഉമ്മയും ഉപ്പയുമില്ലാത്ത ആ കുഞ്ഞിനെയും കൊണ്ട് ഉമ്മയിമൻ യാത്ര തുടർന്നു. നനഞ്ഞ നയനങ്ങളും തപിക്കുന്ന മനസ്സുമായിട്ടായിരുന്നു ആ യാത്ര. കുട്ടിയുടെ ഉമ്മ തളർന്ന കണ്ണുകളുയർത്തി അവസാനമായി പറഞ്ഞ വാക്ക് ഉമ്മയിമൻ വഴിനീളെ ഓർത്തു. ഉമ്മയിമനും കുഞ്ഞും മക്കയിലെത്തി. അബ്ദുൽ മുത്തലിബും ഉറ്റവരും അവരെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഉമ്മയുടെ വസിയത്ത് പോലെ തന്നെ കുട്ടിയെ അബ്ദുൽ മുത്തലിബിനെ ഉമ്മയിമൻ ഏൽപ്പിച്ചു. ഉമ്മയും ഉപ്പയുമില്ലാത്ത ആ പിഞ്ചുമകനെ പരമാവധി അനാഥത്വത്തിൻ്റെ രുചി അറിയിപ്പിക്കാതെ അബ്ദുൽ മുത്തലിബ് വളർത്തി. സദാസമയവും ഒപ്പം കൊണ്ട് നടക്കും. ആരെയും ഇരുത്താത്ത കഅബയുടെ തണലിലുള്ള ഇരിപ്പിടത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്ഥാനം നൽകി. ഒപ്പം ഇരുത്തിയ ഭക്ഷണം കഴിക്കൂ. മക്കളും പേരമക്കളും എല്ലാവരും എത്തിയാലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലെങ്കിൽ അബ്ദുൽ മുത്തലിബിന് സമാധാനമുണ്ടാവില്ല. ഇടയ്ക്കിടെ ഉമ്മയിമിനോട് പറയും, എൻ്റെ മകനെ ശ്രദ്ധിക്കാതിരിക്കല്ലേ. അക്ഷരാർത്ഥത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബ്ദുൽ മുത്തലിബ് സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിച്ചു. ആ തണലിൻ്റെ തളിര് ആസ്വദിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാളുകൾ നടന്നു നീങ്ങി.